ഞാനും മേനും തമ്മിൽ ബന്ധമുള്ളത് അവള് കണ്ടതിന്റെ ത്തില് പോയിട്ട് ആത്മഹത്യ ചെയ്തത്. അത് കേട്ട സമയത്ത് ഭയങ്കര ഫീൽ ഉണ്ടായി മനസ്സിൽ. പിന്നെ ഇൻസ്റ്റയില് ഫസ്റ്റ് എനിക്ക് നെഗറ്റീവ് വരുമ്പോൾ ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുമായിരുന്നു. ഓരോരുത്തരുടെ കയ്യിലിരിപ്പിനാണ് ഓരോരുത്തർ പോയതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. ആദ്യത്തെ ഭാര്യ മെഹനു കൊന്നതാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. കൊന്നാരും പറഞ്ഞിട്ടില്ല. കൊന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മരിച്ച അന്ന് വീട്ടിലെത്തിയിട്ട് വരെ അന്ന് ഓളെ ബ്രദർ നീ കൊന്നുള്ളത് അതിനുള്ള റീസൺ എന്താണ് അത് ആരും അന്വേഷിക്കാൻ തന്നിട്ട്. മെഹനു ആദ്യ വിവാഹത്തിൽ എന്താ ശരിക്കും സംഭവിച്ചത്? ലൈഫിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ടായി നമ്മൾ. പെട്ടെന്ന് ഒരാള് കയറി വരുമ്പോ ഉണ്ടായ പ്രശ്നങ്ങൾ അതന്നെയാണ് മെയിൻ. ഇതിലെല്ലാത്തിലും ഇങ്ങനെ ആവാനെല്ലാം ഒരു കാരണം. ക്രീമിന്റെ പ്രൊമോഷൻ നിങ്ങൾ പേരില്ല ക്രീം അടിച്ചാൽ ആ ഒരു ടോക്കിങ്ങിൽ അങ്ങോട്ട് ഇവര് ഭയങ്കര ഞാൻ അറിയുന്നില്ല. ഒരു തേർഡ് പേഴ്സൺ വന്ന ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങള്. അത് ആലോചിക്കാൻ താല്പര്യമില്ലായി. ചോദിക്കുമ്പോ പറഞ്ഞു വരുമ്പോ പുള്ളിയുടെ പേര് തന്നെ ഒരു മാച്ചിങ് ഉണ്ട്, റിഫ സഫ എന്നുള്ളൊരു കാര്യം. സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഞാന് പഴയ വൈഫിന്റെ കാര്യം പറയുമ്പോ സ്മോക്ക് ദേഷ്യം വരും. എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് അങ്ങനെ ആക്കിയെടുത്തോളാം. റിഫായുടെ ഡ്രസ് ഇട്ട് റിഫായുടെ അതിട്ട് ഇതിട്ട് അപ്പോഴത്തേക്ക് എന്റെ ഇളയ സിസ്റ്ററുടെ പേര് റിഫ എന്നാ, അതുകൊണ്ട് എനിക്ക് അവളുടെ പേര് ദേഷ്യം വരില്ല. അവള് വോയിസ് വരെ സെയിം എന്ന് പറയുന്നുണ്ട്. വോയിസ് തോന്നുന്നു സെയിം എന്ന് പറയണതിൽ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഡ്രസ്സൊക്കെ ഇടുമ്പോള് അവളുടെ അങ്ങനെയൊക്കെ ഒരു വർത്താനം കേൾക്കുമ്പോഴാണ് കൂടുതൽ. ഞാനൊരു ഓർമ്മക്കാണ് ഡ്രസ് ഒന്നും അടി കളയാണ്ട് വെച്ചത്. ഞാൻ പറഞ്ഞത് കഴിഞ്ഞത് കളയേ അല്ലെങ്കിൽ ഇപ്പൊ ഓർഫനേജിൽ എവിടെയെങ്കിലും കൊടുക്കേ എന്തെങ്കിലും ചെയ്താല് അത്രയും കുഴപ്പമില്ലല്ലോ. ഇത് വെച്ചോണ്ടിരുന്നാലും എനിക്കും അതൊരു ഇറിറ്റേഷൻ. വേറെ കുറച്ച് ആൾക്കാർ പറയും സഹതാപം കൊണ്ട് കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, സഹതാപം തോന്നിയിട്ടേ ഇല്ല. ഇപ്പൊ എന്റെ പാർട്ട്ണർ മേനും എന്നെ ചതിച്ചിട്ട് എന്തെങ്കിലും ചെയ്താലും എനിക്ക് വലിയ സഹതാപം തോന്നൂല മരിച്ചാലും. സഫയുടെ സെക്കൻഡ് മാരേജ് അല്ല ഫസ്റ്റ് മാരേജ് ആണല്ലോ അല്ലേ? ഫസ്റ്റ് മാരേജിൽ എന്താ പറ്റിയിരുന്നത്? അത് താല്പര്യമില്ല പറഞ്ഞു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ശരിക്കും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഏപ്രിലില് 1 year ആണ്. 1 year ആണ്. ആ ഒരു 1 yearനുള്ളിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും അല്ലേ സഫ? ഏറ്റവും കൂടുതൽ സ്റ്റിക്ക് ഓൺ ചതിക്കുന്ന ഒരു കാര്യം എന്താണ്? അത് ഫസ്റ്റ് കമന്റ് വരില്ലേ, ആ സമയത്ത് ഞാനും മേനും തമ്മില് ബന്ധമുണ്ടായത് റിഫ കണ്ട്, നമ്മ തമ്മിൽ എന്തോ ബന്ധമുള്ളത് അവള് കണ്ടതിന്റെ വിഷമത്തിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തത്. അത് കേട്ട സമയത്ത് ഭയങ്കര ഫീൽ ഉണ്ടായി മനസ്സിൽ. പിന്നെ ഇൻസ്റ്റയില് ഫസ്റ്റ് എനിക്ക് നെഗറ്റീവ് വരുമ്പോ ഞാൻ എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുമായിരുന്നു. എല്ലാത്തിനും ഞാൻ എതിരെ കൊടുക്കും. ഓരോരുത്തരുടെ കയ്യിലിരിപ്പിനാണ് ഓരോരുത്തർ പോയതെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. അപ്പൊ എല്ലാരോടും ഭയങ്കര ദേഷ്യായി പോയി. അപ്പൊ എന്റെ അടുത്ത് പറയല എന്താ, നിങ്ങളെ നല്ലതാക്കാൻ നിങ്ങൾ നോക്ക്, അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് എവിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഫുള്ള് റിവീൽ ചെയ്യുന്ന എല്ലാരും പറഞ്ഞോണ്ടിരിക്കും. അവർക്ക് എന്ത് പോയി ഇങ്ങനെ പറയാ, അവരുടെ കുടുംബത്തിലാണ് ഇങ്ങനെ നടന്നെങ്കിൽ ആഗ്രഹം, അവരുടെ കുടുംബത്തിലാണ് നടന്നെങ്കിൽ അവര് ചെയ്യും. അവന്റെ പെങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടിയെങ്കിൽ അവന്റെ പെങ്ങളെ വീഡിയോസ് ഇങ്ങനെ പബ്ലിഷ് ചെയ്യും. അവൻ ചെയ്യാൻ നിക്കോ? ഏതൊരുത്തനാണെങ്കിൽ അങ്ങനെ. പിന്നെ കൊറേ പേര് മെസ്സേജ് അയക്കും, ഞങ്ങളിതുപോലെ ഇങ്ങനെ വൈഫ് മരിച്ച ഒരാളുടെ വൈഫാണ് ഞാൻ, മുന്നത്തെ വൈഫ് മരിച്ച ഒരാളുടെ വൈഫാണ്, ഈ അനുഭവം തന്നെ നമുക്കും ഉണ്ട്, നിങ്ങൾ മീഡിയക്ക് മുന്നിലായതുകൊണ്ട് നിങ്ങൾ കുറെ സ്ട്രഗിൾ ചെയ്യണമെന്നുള്ളൂ, ഞാൻ അല്ലാണ്ട് ഫാമിലിന്ന് അനുഭവിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കുറെ പേര് അനുഭവമുള്ളവരൊന്നും. പിന്നെ ദുബൈ എന്ന് പറയുന്ന നാട്ടിലല്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. എന്റെ മൈൻഡ് മൊത്തം തളർന്ന് കിടക്കുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ഊരി പോരാന്ന് വിചാരിക്കാം. ദുബായിലൊന്നും അത് പറ്റേയില്ല നമുക്ക്. ഫെസിലിറ്റീസും കഴിഞ്ഞു. ഞാനേ സമയത്ത് എനിക്കൊന്നും കഥ അറിയില്ല. ബാക്കി അവരെന്നെ ഓന്റെ ബ്രദറും അവരെല്ലാം എല്ലാം ചെയ്തത്. പിന്നെ അവസാനം കൊണ്ട് എന്റെ ആൾക്ക് ഞാനെന്തോ അറിയുവാനും ചെയ്തത്. അപ്പോഴത്തേക്ക് അവരെന്നെ എന്തോ പേപ്പർ ഒളിപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ സംഭവം ഇല്ല, അവരെന്നെ അവരെ കുടുംബക്കാർ ആരോ ഈ ഒരു പേപ്പറെല്ലാം മാറ്റി വെച്ചിട്ട് എന്റെ തലക്കിടാൻ വേണ്ടിട്ടും ഞാൻ കൊന്ന്. ആർന്ന് തന്നെ മരിച്ച അന്ന് വീട്ടിലെത്തിയിട്ട് വരെ അന്ന് ഓളെ ബ്രദർ നീ കൊന്നുള്ളത്. ഓളെ ആരെല്ലാം ഇവര് കുറെ ആൾ കൂടിയിട്ട്
ഒരു സംഭവമാക്കി. ഈ ഇവര് suicide ഫുള്ള് ഫാമിലി മൊത്തം ഇതാന്ന്. സൂസൈഡ് ചെയ്ത ഒരാളെ പോസ്റ്റ്മോർട്ടം കഴിയാണ്ട് ഒരിക്കലും പുറം രാജ്യത്ത് നിങ്ങളുടെയൊക്കെ അയക്കൂല. അത് ഒന്നും നമുക്ക് ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഇവിടെ നാട്ടിലെത്തിയപ്പോ എന്താ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അടുത്ത ഫോറൻസിക് എടുത്ത പോസ്റ്റ്മോർട്ടം കറക്റ്റ് ചെയ്യാൻ ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ആടുന്ന് ഫോറൻസിക് ചെയ്ത് സംഭവം സെയിം അവിടെ നിന്ന് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഒന്നും കൂടി ഇവര് ആദ്യമേ എനിക്ക് തോന്നുന്നു ഇവര് അങ്ങനെ അതിന്റെ ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞെങ്കിൽ. എന്നുവെച്ചെങ്കിൽ ഇത് വെറുതെ ഒരു ന്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിട്ടും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ടും രണ്ടാമത് വെറുതെ കുത്തി ഇതാക്കിയതാണ്. ഇവരെന്നെ പ്ലാനാക്കി എനിക്ക് തോന്നുന്നു അതിന് ഓളെ ഫാമിലി കൂട്ടുന്നു പറയുമ്പോ ഭയങ്കര ഇതുണ്ട്, ഭയങ്കര വിഷമം. എന്തോ അവരാണെന്ന് ദുബൈയിൽ നിന്ന് എന്തോ എല്ലാം നോക്കിയിട്ട് തന്നെ ആക്കിയത് വിട്ടത്, അല്ലാണ്ട് അവരകത്തുനിന്ന് ഒരു ഫോട്ടോ ഉണ്ടാവില്ല എന്നുള്ള വലിയ വലിയ ടീം വരെ പറയുന്നുണ്ട്. കുറെ ആള് എനക്കുമില്ല ഇത് അറിയില്ല, ഞാൻ കുറെ അന്വേഷിച്ചു എന്താ സംഭവം, എന്താ പറ്റിയ അങ്ങനെ ആണോ എന്ന് ഞാൻ അന്വേഷിച്ച് കുറെ ബാക്കിൽ പോയി. ഇതെന്താ പറ്റിയ നമുക്ക് പെട്ടെന്ന് തോന്നാൻ കാരണം എന്താ, അങ്ങനെ പെട്ടെന്ന് മൈൻഡ് തോന്നുന്ന ആളല്ല. ഇന്നേ വരെ എനിക്ക് മരിക്കണമെന്നോ ഞാൻ പോയി ചാവുന്നോ എൻ്റെ അടുത്ത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒറ്റൊരു എന്ത് ദേഷ്യം വരുമ്പോ പെട്ടെന്ന് പറയില്ല ഞാൻ പോയി ചാവുന്നു, അങ്ങനെ വരെ ഇതുവരെ പറയാത്ത ഒരാള് അങ്ങനെ ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് പല രീതിയിൽ ഞാൻ എന്തെല്ലോ ചിന്തിച്ച് ഞാൻ അതിന്റെ ബാക്കിൽ പോയി. കുറെ പോകുമ്പോ എന്റെ വഴികളടക്കം തടഞ്ഞു നിർത്തുന്നു അവളെ ഫാമിലി ആണ്. ഇപ്പം നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ ശേഷം എങ്ങനെയായിരുന്നു? കാരണം സഫയുടെ വിവാഹം കഴിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിച്ച കാര്യം അറിഞ്ഞപ്പോ എങ്ങനെയായിരുന്നു പ്രതികരണം അവരുടെ? അതെനിക്കറിയില്ല, അവര് ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടായിരുന്നോ? അവരായിട്ട് സംസാരിക്കാനേ പാടില്ല മാനുവിന്. ഞാനാ പിന്നെ പോയി സംസാരിച്ചത്. പോയി സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് നിന്നെ ഇങ്ങനെ കൊല്ലും അങ്ങനെ ഒരു സാധനം പറഞ്ഞത്. പ്രഗ്നന്റ് കൊല്ലുന്നല്ല, അങ്ങനെ പറഞ്ഞു, ഞാൻ കൊന്ന മാതിരി അവര് കണ്ട മാതിരി അങ്ങനെ പറഞ്ഞു. അവരെല്ലായിടത്തും അങ്ങനെ പറയുന്നു. ഇപ്പൊ കുഞ്ഞിനെ കാണാൻ ജസ്മോ കുടുംബക്കാരിൽ പോകും, അപ്പൊ ആ പോയ എല്ലാരോടും ഇത് ഇങ്ങനെ പറയുന്നു, എന്തെങ്കിലും ഇല്ലാത്ത കുറെ കാര്യങ്ങൾ കൂട്ടി പറയുന്നു. എന്റെ അടുത്ത് വ്യൂവേഴ്സ് പറയും കൊച്ചിനെ കാണാൻ പോയിക്കൂടെ, നമുക്ക് ആഗ്രഹം ഇല്ലാണ്ടല്ല അവരും കൂടി അനുവദിക്കണ്ടേ. ഇവളും പറയും എപ്പോഴും ഒന്നും നോക്കണ്ട പോവാണ്. ഞാൻ പറഞ്ഞു ഞാൻ കുറെ കാലം പോയി നോക്കാം അവരെന്താ പ്രതികരിക്കണേ, നമുക്കപ്പൊ മീഡിയക്ക് മുന്നിൽ ഇടാലോ. അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാൻ പറഞ്ഞു, കാരണം അതൊന്നും ഇങ്ങനെ എടുത്തിട്ടുണ്ട ഒരു ഇതല്ലല്ലോ. ഞാൻ കുറെ പ്രാവശ്യം പോയി അനുഭവമുള്ള, എനിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും വീഡിയോ ഇട്ടിട്ട് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു എന്താ പറയാ ആ സമയത്ത് തന്നെ ഒരു വീഡിയോ ഇട്ടുന്നിട്ട് ഒരു ഹെൽപ്പിനും വേണ്ടിട്ട് ആരും ഇല്ല സഹായത്തിന്. ആ ഒരാളെ ഹെൽപ്പ് കിട്ടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ആടെ അടുത്ത് ആരെങ്കിലും ഉണ്ട്, ആ സമയത്തുള്ള ഷോക്കിൽ അറിയാണ്ട് ചെയ്തു പോയത്. ഒരാള് വാ എന്റെ അടുത്ത്, ആരുമില്ല, ഒറ്റക്ക് രണ്ട് അറബികൾ വന്നിട്ട് എന്തോ അറബി അറിയും, നമുക്ക് അറബി അറിയും. ആ സമയത്ത് എന്താ സംസാരിക്കണ്ട എന്താ ചെയ്യേണ്ട ഒന്നും അറിയപ്പെടുത്തില്ല. എങ്ങനെങ്കിലും രക്ഷിക്കണം, ഒരാള് വാ സഹായത്തിന് എന്നുള്ള രീതിയിൽ ഉദ്ദേശിച്ചിട്ടൊരു ഇത് സ്റ്റോറി. ആര് വിളിക്കാനില്ല, ഫോണിൽ ബാലൻസ് ഇല്ലല്ലോ, വേറെ ഒരു വഴിയില്ല. വൈഫൈ ഉണ്ട്, അടുത്ത റൂമിലത്തെ വൈഫൈ, അതായത് ആ ഒരു വൈഫൈയുടെ ഇതിൽ സ്റ്റോറി ഇട്ടതിന്റെ പേരിൽ തന്നെ കുറെ ആൾക്കാർ തെറ്റിച്ച് ഭയങ്കര എങ്ങനെ ഇടാം. ആ സമയത്ത് എന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും വേറെ ഒരു ഇത് വഴിയില്ലാണ്ട് ചില ദിവസം അറിയാണ്ട് ആ ഒരു സമയത്ത് ചെയ്തു പോയത്. ആദ്യത്തെ ഭാര്യയായിട്ട് തമ്മിലുള്ള ഒരു ബോണ്ടിങ് എങ്ങനെയാ? കാരണം കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫാമിലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ പുള്ളിക്കാരുടെ കുറെ കാര്യങ്ങളൊക്കെ? മുന്നേ എന്നല്ല, ഈ ഒരുത്തന്റെ ഒരു കാര്യം ഓക്കെ ആയിരുന്നു. നമ്മളെ നല്ല രീതിയിൽ ഞാനും അവരാണെങ്കിൽ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് ഉണ്ടായത് തന്നെ, ഒരു കുഴപ്പമുണ്ടായില്ല, അടിപൊളിയായിട്ട്. എനിക്ക് അവളെ ഫാമിലിനൊക്കെ ഭയങ്കര കാര്യമാണ്, ഭയങ്കര ഇഷ്ടമായിരുന്നു. മദറിനാണെങ്കിലും ഫാദറിനാണെങ്കിലും അടിപൊളിയാണ്. കാരണം അവളിപ്പ ഭയങ്കര നല്ലോണം സ്നേഹിക്കും, പുറത്തറിഞ്ഞ് സ്നേഹിക്കും. ആ ഒരു സ്നേഹം കണ്ടതിൽ ഞാൻ ഭയങ്കരത്തിൽ ഇതായി. കാരണം എന്റെ ഫാദറിനാണെങ്കിൽ അങ്ങനെ സ്നേഹിക്കാൻ അറിയില്ല, എന്നുവെച്ചെങ്കിൽ ഇങ്ങനെ അടുത്ത് വന്ന് സ്നേഹിക്കുക അല്ലെങ്കിൽ ഒരാളെ ഇരുന്ന് സംസാരം കേൾക്കുക, ഒരു കാര്യം പറയുമ്പം അതെന്താ പറയാ ഇതാണ് ഒന്ന് കേൾക്കുക, അതിന്റെ ഇടക്ക് കയറി പറയുകയൊന്നും ചെയ്യില്ല. അവൾ ഫാദർ എല്ലാം നല്ല ഭയങ്കര ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ ഫാദറിനെയും മദറിനെയും, നല്ല കോമഡി ആയിട്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ജീവിച്ചത്. എനിക്ക് അവരെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എല്ലാവരുടെ കൂടെ തന്നെ ഞാൻ നല്ലൊരു സ്വന്തം ഉപ്പാരനാണ് ഉപ്പാനും ഉമ്മാനും പോലെ ഞാൻ നല്ല രീതിയിൽ പോയതാണ്. പിന്നെ എന്താന്നുള്ള വിധി ഇങ്ങനെ പെട്ടെന്ന് മാറി മറന്നെന്നുള്ള ഒരു ഇത്. പക്ഷെ മുന്നേ ഒന്നും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഈ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ അതുപോലെ തന്നെ എനിക്കൊന്ന് അവളെ മൈൻഡ് മാറ്റി ഒരാണ് ഇങ്ങനെ കുറച്ച് ഇത് വിചാരിച്ചു. ഒന്നാമത് ഈ കോളാബിന്റെ മെസ്സേജസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കലുണ്ടല്ലോ,
പക്ഷെ ഞാൻ അങ്ങനത്തെ നോക്കലൊന്നുമില്ല. മെസ്സേജ് ഒന്നാമത് നമ്മള് സ്വന്തം വൈഫിനൊരിക്കലും ഡൗട്ട് അടിച്ച് ജീവിക്കാൻ പാടില്ലല്ലോ. പക്ഷെ ആ ഡൗട്ട് കയറി പിന്നെ ഒരിക്കലും തായും ചെയ്യില്ല. അത് എന്താ പറയാ, ഒരു സമയത്ത് ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് പിന്നെ ഇങ്ങനെ കയറി കയറി എല്ലാ കാര്യത്തിലും ഡൗട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഡൗട്ടിലേക്ക് കയറി പോലേയില്ല, കണ്ണടച്ച് വിശ്വസിച്ചല്ലോ. പിന്നെ ഈ കോളാബിന്റെ കാര്യം ചോദിച്ചിട്ട് ആ ഒരു എന്തോ ക്രീമിന്റെ പ്രൊമോഷൻ നിങ്ങളെ പേരിൽ ഞാൻ ക്രീം അടിച്ചാൽ ആ ഒരു ടോക്കിങ്ങിൽ അങ്ങോട്ട് ഇവര് ഭയങ്കര ഓനങ്ങോട്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നെ ബാക്കിയൊക്കെ സ്നാപ്ചാറ്റ് അങ്ങനത്തെ എന്തെല്ലാം ഉണ്ടല്ലോ, അങ്ങനത്തെ കാര്യങ്ങളാ. പിന്നെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇത്. കാരണം ഞാൻ അത്രയും ട്രസ്റ്റ് ചെയ്ത് ഞാൻ നോക്കില്ല, ഞാൻ ഫോൺ ചെക്ക് ചെയ്ത് പിടിക്കാൻ അങ്ങനത്തെ ഒന്നും നിൽക്കലുണ്ടായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു ഇത് അറിഞ്ഞ് പിന്നെ ലാസ്റ്റ് അതായത് എന്താക്കാൻ ഓൻ തന്നെ പിന്നെ ലാസ്റ്റ് ഓള് കേസ് കൊടുക്കാനും റെഡി ആയിനി പോയി. പിന്നെ ഗൾഫിൽ പോകാൻ പറ്റൂല എന്നുള്ള പേടിയായിരുന്നു. കാരണം ഇവിടെ ഫാദർ എന്തോ പിന്നെ ഞാൻ കൊടുത്തോളാം നിങ്ങൾ പോയിക്കോ എന്നുള്ള മറ്റ് പിന്നെ കൊടുത്തിട്ടില്ല. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വീട്ടില്? ഫാമിലിയോട് ഇതൊക്കെ എന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? എന്റെ ഫാമിലി ഒന്നും അറിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ കാരണം ഞാൻ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഫാമിലി അടുത്ത് ഞാൻ അഥവാ ഇവള് ഇങ്ങനെ ഒരു തെറ്റിപ്പം മനുഷ്യന്മാരല്ലേ തെറ്റേസുമ്പോ പറ്റി പോയിട്ടുണ്ട് അറിയാതെ ഓളെ മനസ്സൊരുത്തം മാറ്റി എന്നുള്ളവർക്ക് ഒരു എനിക്ക് ആ സമയത്തൊരു ഭയങ്കര ഇതുണ്ടെങ്കിലും നമ്മള് പറഞ്ഞു നടന്നിട്ട് എന്ത് കാര്യം. ഒന്നാമത് ഓളെ ഫാമിലിയുടെ എല്ലാം ഞാൻ പറഞ്ഞിനി. കാരണം ഓളെ ഫാമിലിക്ക് ഓളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. ഓള് അറിയാണ്ട് പറ്റിപ്പോയ തെറ്റ് എന്നുള്ള രീതി എന്റെ ഫാമിലിന്റെ അടുത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞെന്ന് വെച്ചോ. ശേഷം എപ്പെങ്കിലും ഓൾ എന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും അറിയാണ്ട് ഇങ്ങനെ ഒരു ടോക്ക് അഥവാ വന്ന് പോയാൽ വരില്ല, എന്നാലും ഒരു പോകുമ്പോ വിഷമാവില്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ പറയാൻ നിന്നിട്ടില്ല. പക്ഷെ ആ പറയാത്തോണ്ട് ഇന്നും എന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നീ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നീ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇതായനെ. നല്ലൊരു കാര്യം. ഇപ്പൊ റിഗ്രറ്റ് ഉണ്ടല്ലേ, അത് പറയണമായിരുന്നു എന്നുള്ള റിഗ്രറ്റ് ഉണ്ടോ? ഒരു കുറ്റബോധം ഉണ്ടോ ശരിക്കും? ഞാൻ എല്ലാം മറച്ചുകൊണ്ട് എല്ലാം എന്റെ തലക്കായി, അത്രേ ഉള്ളൂ. കാരണം ഇന്നും എന്താ പറയാ, തെറ്റ് ചെയ്ത ആൾക്കാരെ പൊക്കിക്കൊണ്ടായിരുന്നു. അവര് ഭയങ്കര സംഭവമായിട്ട് അവര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി അവര് സെറ്റായി നല്ല വലിയ സെലിബ്രിറ്റി ആയിട്ട് നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. എന്താ പറയാനുള്ളത് സഫയെ കുറിച്ച്? സഫയെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? കിട്ടിയൊരു ഭാഗ്യനിധി. സഫയ്ക്ക് എന്താ പറയാനുള്ളത്? ഒന്നുമില്ല പ്രത്യേകിച്ച്. നമ്മുടെ ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നമ്മുടെ കൂടെ ഇല്ലാത്തവരാരും പിന്നെ നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഉണ്ടാവില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഇപ്പൊ ഡിപ്രഷനിൽ ഇരുന്ന ഒരു വ്യക്തിക്ക് ഒരാളെങ്കിലും സംസാരിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു റിലീഫ് തന്നെയാണ്. ഐ മീൻ ഞാന് ഇങ്ങനെ ഇപ്പൊ ഞാൻ പറഞ്ഞ പരിചയപ്പെട്ട് കുറച്ചു കാലം എനിക്ക് പരിചയപ്പെട്ട അവരെന്റെ കൂടെ എന്റെ വേണമെന്നുള്ള ഒരു ചിന്ത മെന്റാലിറ്റിയാണ്. അങ്ങനെ സംസാരിച്ച് കുറച്ചു കാലം കൂടെ നടന്നൊരു ഫ്രണ്ട് ഉണ്ട്. പിന്നെ അവർക്ക് നമ്മളൊരു ഡിസ്റ്റർബ് പോലെ തോന്നിയെന്നൊരു ഫീല് നമുക്ക് വരൂലേ, അങ്ങനത്തെ അവരുടെ ഫേസിൽ. അപ്പം കുറെ കാലം നല്ല ഫ്രണ്ട്സ് ആയിട്ടുള്ള ഇങ്ങനെ കൂടെ എന്നെ സമാധാനിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ട്. എന്താ പറയാ, ഫീൽഡിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്ത് അല്ലാണ്ട് ഇപ്പം കോഴിക്കോടൊക്കെ ഇങ്ങനെ നമ്മളെ കണ്ടുപരിച്ചുള്ള ഫ്രണ്ട്സ് അങ്ങനത്തെ വരില്ലേ, അവരാണെങ്കിലും ഫീൽഡ് ലെവലിലാണെങ്കിലെല്ലാം എൻ്റെ അവസ്ഥ മനസ്സിലാക്കി എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഒരുപാട് എന്താ പറയാ നല്ല രീതിയിൽ മൈൻഡൊക്കെ മാറ്റാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. കുറെ അങ്ങനെയുള്ള കുറച്ച് ഫ്രണ്ട്സ് എന്നെ ഓണം ട്രിപ്പ് കൊണ്ടുപോകുക, കാറിലെ വണ്ടിയിൽ എടങ്ങ് കൊണ്ടുപോകും, എനിക്ക് ഒന്ന് ഓക്കെ ആവും എന്ന് പറയും. പറഞ്ഞു വരുമ്പോ പുള്ളിയുടെ ഇമോഷൻസ് അത് നമ്മൾ കേട്ടിരിക്കാൻ ഞാൻ ഇരിക്കുന്നോണ്ടാണ് ഇങ്ങനെ കുറെ കാര്യങ്ങൾക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനി സീരിയസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ കുറെ നെഗറ്റീവ് വരില്ലേ, ഇപ്പൊ സഫയ്ക്ക് കുറെ നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ മെഹ്റൂൻ എന്താ തോന്നാറുള്ളത്? അങ്ങനെ വിഷമം ഉണ്ടാവില്ല. പിന്നെ ഞാനിങ്ങനെ യോളി ചില ദിവസം ഫസ്റ്റ് ഒക്കെ ഭയങ്കര റിയാക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ നിൽക്കും. ഞാൻ പറയും വേണ്ട. ചുമ്മാ ഓള് പുറത്ത് പോയി ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് ഇപ്പൊ എന്റെ സിസ്റ്ററുടെ കൂടെ എല്ലാം ഓള് ചില സമയം മേക്കപ്പ് മുടി സ്ട്രെയിറ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ പർച്ചേസിങ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഓള് ഫോണിലിരുന്ന് വീഡിയോയിലും കാണുമ്പോൾ അപ്പൊ തന്നെ റിയാക്ട് ചെയ്യും. എന്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയും വേണ്ട ഒഴിവാക്ക് വിട്ടെ. അങ്ങനെ റിയാക്ട് ചെയ്ത വീഡിയോ ഉണ്ട്. അങ്ങനെ അവള് പുറത്തെവിടെയോ പോയിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും അതിൽ ഫുള്ള് എന്ത് അഹങ്കാരി അവള്. അങ്ങനെ അവൾ ആ സമയത്ത് തന്നെ ചെയ്യുമ്പോ നമ്മൾ പല തെറിയും വായിന്ന് പോകും. ഡ്രസ് ഒന്നും ഇടാൻ പറ്റൂല. സത്യം പറഞ്ഞെങ്കിൽ ഇപ്പൊ ഇവളിപ്പോ ഞാന് പഴയ വൈഫിന്റെ കാര്യം പറയുമ്പോ സ്മോക്ക് ദേഷ്യം വരും. എന്തുകൊണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഓഡിയൻസ് അങ്ങനെ ആക്കിയെടുത്തോളാം. അതുകൊണ്ട് എല്ലാരും ഇല്ലേ റിഫായുടെ ഡ്രസ് ഇട്ട് റിഫായുടെ അതിട്ട് ഇതിട്ട് അപ്പോഴത്തേക്ക് എന്റെ ഇളയ സിസ്റ്ററുടെ പേര് റിഫാന്നാ. അതുകൊണ്ട് എനിക്ക് അവളുടെ പേര് ദേഷ്യം വരലുണ്ട്. ശരിക്കും എന്തായിരുന്നു റെസ്പോണ്ട് ചെയ്തത്
ആ ഒരു ഇത് വീഡിയോയിൽ എന്താ അതില് റെസ്പോണ്ട് ഞാൻ എന്താ പറഞ്ഞത്, ഞാൻ നല്ല ദേഷ്യത്തിലാ പറഞ്ഞത്. എന്തൊക്കെയോ പറഞ്ഞു. ആ എനിക്ക് എന്റെ വീട്ടുകാർ വാങ്ങിച്ച ഡ്രസ്സ് തന്നെ ഉണ്ട്, മറ്റുള്ളവരുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല. പിന്നെ നിങ്ങളായിട്ട് തന്നെ എന്നെ ഓരോരുത്തരെ വെറുപ്പിക്കണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വേറെ കുറച്ച് ആൾക്കാർ പറയും സഹതാപം കൊണ്ട് കല്യാണം കഴിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. അല്ല, സഹതാപം കൊണ്ടാണ് കല്യാണം കഴിച്ചതെന്ന് പറയുന്നത് എന്താ പറയാ? അങ്ങനെയല്ല ഒരിക്കലും നമ്മള് കഴിച്ചത്. അവരോട് എന്താ പറയാനുള്ളത്? അങ്ങനെ പറയുന്നവരോട് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത് എന്താ, അങ്ങനല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്, അല്ല സഹതാപത്തിന്റെ പേരില് കഴിക്കേണ്ട ആവശ്യം. അങ്ങനെ കഴിക്കേണ്ട ആവശ്യമൊന്നും. സഹതാപത്തിൽ കഴിച്ചിട്ട് ഒരാളെ ലൈഫ് എങ്ങനെ കളി പറയും? അതെ ആണ്. ഇപ്പൊ നമ്മളിപ്പം ഓളതായ ഒരു ഇഷ്ടങ്ങളും കാര്യങ്ങളും ഓള് ഫോക്കസ് ചെയ്യുന്ന ആളാണ്. ഓളാ ഇഷ്ടം ഓളെന്തായാലും അതിൽ പോകും. ഇത് തന്നെ നല്ല സെക്കൻഡ് മാരേജിൽ ഇപ്പൊ നമ്മള് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുമോ അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ബാക്ക് സ്റ്റോറി വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ പറയും സഹതാപം കൊണ്ടാണ് നമ്മൾ ചെന്തെന്നുള്ള ഒരു ടോക്ക് വരും. അതാണ് ഞാൻ ചോദിച്ചത്. ഇല്ല അങ്ങനെയല്ല. അല്ല, ഇഷ്ടപ്പെട്ടു. ഇത് പുതിയതായിട്ട് കേട്ടത്, സഹതാപം തോന്നിയിട്ടേ ഇല്ല. ഇല്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ല. പിന്നെ ഡിപ്രഷനൊക്കെ ആയിരിക്കാന്ന് പറയുമ്പോ ഒരു വിഷമം. അത് പറഞ്ഞ് കൂളാക്കും, വേണ്ടാത്തവര് പോയി. അതിപ്പോ ആരാണെങ്കിലും ഇപ്പൊ ഏത് ഫ്രണ്ട് ആര് വിളിച്ചാലും ഇപ്പൊ ഞാൻ നിങ്ങളാ വലിയ പരിചയമില്ല, എന്നാലും ഞങ്ങളോട് എന്തെങ്കിലും വിഷമം പറയുമ്പോൾ നിങ്ങൾ സമാധാനിപ്പിക്കില്ല. അതെ, എനിക്കിപ്പൊ തന്നെ ഇരുന്ന് കരഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ സങ്കടം കേട്ട് സങ്കടം വന്ന ഇത്രയും കൊല്ലം അനുഭവിച്ച എന്റെ അവസ്ഥ എന്താ? ഇപ്പൊ എന്റെ പാർട്ട്ണർ മേനു എന്നെ ചതിച്ചിട്ട് എന്തെങ്കിലും ചെയ്താലും എനിക്ക് വലിയ സഹതാപം തോന്നൂല, മരിച്ചാലും. അല്ലേ, കാര്യല്ലേ? എനിക്ക് തോന്നൂല. മെഹനു, ആദ്യ വിവാഹത്തിൽ എന്താ ശരിക്കും സംഭവിച്ചത്? ഐ മീൻ ഈ ലാസ്റ്റ് സമയത്താണോ? ലാസ്റ്റ് സമയത്ത് ഇതന്നെ ഞാൻ പറഞ്ഞ തന്നെ, ഒരു ലൈഫിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നുണ്ടായി, നമ്മള് അടിപൊളിയായിട്ട് പോകുന്നുണ്ടായി. പെട്ടെന്ന് ഒരാള് കയറി വരുമ്പോ ഉണ്ടായ പ്രശ്നങ്ങൾ അതന്നെയാണ് മെയിൻ ഇതിലെല്ലാത്തിലും ഇങ്ങനെ ആവാനെല്ലാം ഒരു കാരണം. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പേഴ്സൺ വന്ന ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം. അതാണ് മെയിൻ ഒരു കാരണം. അതിന്റെ പറ്റി പിന്നെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ, അത് ആലോചിക്കാൻ താല്പര്യമില്ലായി, ചോദിക്കുമ്പോ എനിക്ക് ഇതാണ് ഫീലാണ്. റിഫയുടെ മരണം ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് മെഹനൂനാണ്. കാരണം മെഹനൂന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആ സമയത്ത് ഒന്ന് ഞാൻ ഏത് സ്റ്റേജിൽ തന്നെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യരുണ്ടായിട്ടില്ല, ഒറ്റൊരു വ്യക്തി വരെ ഉണ്ടായിട്ടില്ല എന്നെ ഞാൻ ഏത് സ്റ്റേജിലാണുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്താൻ മാത്രം ആൾക്കാർ ഇങ്ങനെ സംസാരിച്ചു വരുന്ന സമയത്ത് ഞാൻ ഏത് ഭ്രാന്തിലാണ് ഉള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ഓടുന്നൊരു വിഷമോ, അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ഫുള്ളായിട്ട് ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ്. നമുക്ക് ആകെ ഉണ്ടായത് ഒരു എന്താ പറയാ ഫാമിലി എന്ന് പറയുന്നത്, ഒറ്റ ദിവസം കൊണ്ടെല്ലാം പോയി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ തളർന്നേന്. അതന്നെ ഒരിത് ആലോചിക്കാൻ പറ്റുന്നില്ല, അത് ആഗ്രഹിക്കുന്നില്ല. ശരിക്കും അത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണോ ശരിക്കും അങ്ങനെ റിഫർ ചെയ്യുന്നത്? വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രണ്ട്സ് മുന്നേ ഉള്ള ഇങ്ങനെ എന്നോടെല്ലാം പറയലുണ്ടായിണ്ടെങ്കിലും പിന്നെ കുറച്ചൊക്കെ ഞാനിങ്ങനെ എന്താ പറയാ അങ്ങനത്തെ ഇതെല്ലാം മോശമാന്ന് പറഞ്ഞു കൊടുക്കും. എന്തെങ്കിലും ചാറ്റിങ് പോലെ ഇങ്ങനെ ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കും. 2-3 ആകെ 2 പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സമയത്ത്. അപ്പൊ ഞാനത് പറഞ്ഞിട്ടാകുമ്പോ സ്റ്റോപ്പാക്കി, പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇത് അവസാനം പിന്നെ ഞാൻ എന്താ പറയാ ഞാനങ്ങനെ ഓവർ ഇതാക്കി പോയില്ല. ഇത് എപ്പോഴും പറഞ്ഞു എന്താ പറയാ ഇങ്ങനെ ആ ഒരു ലൈഫ് ബോറടിക്കുന്നുണ്ട്, ഇങ്ങനെ സംശയിക്കുന്ന ലൈഫ് ഇതാണ്. പിന്നെ നമ്മൾ ഫുൾ ബിസിയാണ്, ഫുൾ 24 hours ഞാൻ ഫുൾ ടൈം എന്താ പറയാ വീഡിയോയും എഡിറ്റിങ്ങും എല്ലാം തന്നെ. പിന്നെ നമ്മൾ വ്ളോഗ് മാത്രമല്ല, ഇടയ്ക്ക് ആൽബം ഷൂട്ട് ഉണ്ടാവും, അതിൽ ആക്ട് ചെയ്യാൻ പോയി 2-3 ദിവസം ഷൂട്ടിന് അവിടെ പോകും. പിന്നെ പാട്ട് പാടാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റേജ് പരിപാടി, അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു, ടോട്ടലി ബിസി ആയിരുന്നു. അപ്പൊ തന്നെ നമ്മൾ 24 hours ഒന്നിച്ച് തന്നെയാണ് മെയിൻ, നമ്മളെപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുന്നത്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നേ പിന്നെ അതെല്ലാം ഫുള്ള് മറന്നു. ഇപ്പം ഈ ഒരു വാർത്ത പുറത്തുവന്ന ശേഷം ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും വാർത്തകളൊക്കെ ആണെങ്കിലും വന്നത് മെഹനു കൊന്നതാണ്, അങ്ങനെ ഒരു
സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. കൊന്നാരും പറഞ്ഞിട്ടില്ല, പക്ഷെ അല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് അതിനെ ആഘോഷാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. കൊന്നുള്ള രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. നമ്മ പറഞ്ഞു ലാസ്റ്റ് പറയും ചില സമയം, നമ്മ പറഞ്ഞിട്ടില്ല അങ്ങനെ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ മനുഷ്യന്മാരെ കൊന്നു എന്നുള്ള രീതിയിൽ ഓനെങ്ങനെ ആക്കി അതിനുള്ള റീസൺ എന്താണ് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടോ അത് ആരും അന്വേഷിക്കാൻ നിന്നിട്ടില്ല. അത് അതിൽ കുറെ, പിന്നെ ഞാനൊന്നും തിരുത്താൻ നിന്നിട്ടില്ല. അതിലെനിക്ക് തിരുത്താന് പറയണ കുറേ ഇപ്പം എന്താ പറയാ, എന്തിന് കുറേ പറയാനുണ്ടല്ലോ. ഇങ്ങനെ സംഭവം ഉണ്ടായി, പിന്നെയും എന്തിന് നമ്മളെ കൂടെയുള്ളവരെന്നെ നെഗറ്റീവ് പറയുന്നത്, അതും ഞാൻ സഹിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ പിന്നെ മിണ്ടാൻ നിന്നിട്ടോ ഇതാക്കിയിട്ടോ അതിന്റെ ബാക്കിൽ ഫോക്കസ് ചെയ്ത് പോയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ എന്താ പറ്റി ശരിക്കും ഓന് എന്താ പറയാ, നമുക്കൊരു ഉറപ്പുണ്ട് ഒരാൾ പേഴ്സൺ എന്തോ പറഞ്ഞ് പേടിച്ചിട്ടാറ്റെന്തോ ചെയ്തതാണ്, അല്ലെങ്കിൽ ഇപ്പം വേറെന്തോ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ അറിയോന്ന് പേടിച്ചിട്ടായിരിക്കാം. കാരണം ഓൾറെഡി പ്രശ്നം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇതായിട്ടാണല്ലോ ഗൾഫിലേക്ക് പോയത്, അതുകൊണ്ടാണോ, അങ്ങനെ പല ഡൗട്ടാണ്. വെച്ചാൽ ആരെങ്കിലും ഒന്നും പറഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും ഇതാവോ, അല്ലെങ്കിൽ ജസ്റ്റ് മോനും ഇപ്പൊ ഒരാൾ ഏതും കൊണ്ട് ഞാൻ ഇത് പബ്ലിഷ് ചെയ്യും, പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആണ്, ഒക്കെ ഓളെ വില അറിയില്ല. സത്യം പറഞ്ഞ ഓള് ഏത് സ്റ്റേജിലാണുള്ളത്, ഓളെ ആരാണ്, ഓളെ ഇത്തിരി സ്നേഹിക്കുന്ന ആളുണ്ട്, ഒക്കെ അറിയില്ല. കാരണം ഞാനാണ് അൺഎക്സ്പെക്റ്റഡ് എല്ലാം ചെയ്തു, വീഡിയോ എടുക്കുന്നത് ഞാനാണ്, ഫോട്ടോ എടുക്കുന്നത് ഞാനാണ്, എഡിറ്റ് ചെയ്യുന്നത് ഞാൻ, എല്ലാം മൊത്തത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അയാള് വില അറിഞ്ഞിട്ടില്ല സ്വയം. അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും എങ്ങനെയാണ് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ മുതിർന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? കുറെ ആള് ഓന ഈ ചെക്കന്റെ കാര്യം ഇല്ലാറിഞ്ഞ പിന്നെ ഓൻ അങ്ങനെ തന്നെയാണ്, ഓനെ ഇതങ്ങനെ വന്നിന്, ഓൻ ഇങ്ങനെ അല്ല ഗേൾസിന്റെ അങ്ങനത്തെ, ഓന്റെ ഫോണിൽ കുറെ സംഭവം വീഡിയോസും കാര്യങ്ങളും കുറെ ഗേൾസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടിന്. ഇതൊക്കെ കണ്ടിട്ടും ഷോക്കായി പോയി. ഐ മീൻ ഇതെല്ലാം കാണുമ്പോൾ നമ്മളെ സ്വന്തം പേഴ്സണലായിട്ടുള്ളവരും കാണുമ്പോൾ എല്ലാം ഭയങ്കര ഇതായി. പിന്നെ ആ ഫോണിൽ അറിഞ്ഞ് തകർത്ത് അതിനാരും കിട്ടരുത് വിചാരിച്ചിട്ട് പിന്നെ എൻ്റെ പേരിൽ ഫോൺ കളവ് പോയി മറ്റേ കംപ്ലൈൻ്റ് എല്ലാം കൊടുത്തിട്ട് ആ ഫോണ് സ്റ്റേഷനിൽ നിന്ന് റിട്ടേൺ കൊടുപ്പിക്കുകയെല്ലാം ചെയ്ത്. പിന്നെ ആ സമയത്തൊക്കെ അവൻ്റെ ബ്രദർ തന്നെ കൂടെ വന്നത്, ഓനെങ്ങനെങ്കിലും ഇതാക്കണം, ഓൻ ഇങ്ങനത്തെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഓനെ കൂട്ടണം എന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ ലാസ്റ്റ് എന്ത് സംഭവിച്ചെന്നൊക്കെ ഐഡിയ കിട്ടുന്നില്ല. ഇങ്ങനെയൊക്കെ ചിത്രീകരിച്ചല്ലോ, അപ്പം കൊന്നതായിരിക്കും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ പല ആൾക്കാരും, കമന്റ്സിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തംബ്നെയിലൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അതൊക്കെ കണ്ടപ്പോ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു മെഹനുവിന്റെ? വീട്ടുകാരങ്ങനെ വീഡിയോസ് ന്യൂസ് ഒന്നും കാണില്ല, ഒന്നും നോക്കാൻ നിൽക്കില്ല. ആരെങ്കിലും ഇങ്ങനെ ചില ആള് ഇങ്ങനെ കാണുന്നവര് ഇങ്ങനെ പറയുമ്പോ അങ്ങനെ ഉണ്ടാ, പിന്നെ ഓര് അറിയുന്നതല്ല അവർക്ക് എന്ത് ഇതിൽ വെറുതെ ഇങ്ങനെ അവരോരോ കാര്യങ്ങൾ പറയുന്നതും പിന്നെ ഞാൻ എങ്ങനെ ഓളം കൊണ്ടായിരുന്നു എന്നുള്ളതും കുഞ്ഞിനെങ്ങനെയാ നോക്കിയുള്ള അവരുടെ കണ്ണിൽ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പം ഞാൻ എന്നെ പോലെ നെവർ മൈൻഡ് ആക്കി പോട്ട്, എല്ലാം നീ ക്ഷമിച്ചു കൊടുക്ക്, നീ വിട്ടാളാ, അതൊന്നും മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വിടും. വിട്ടാറങ്ങനെ ഇതാക്കും, ഒഴിവാക്കാൻ പറയാ, ഒന്ന് കാര്യമാക്കണ്ട, നോക്കണ്ട, പിടിക്കണ്ട, അങ്ങനെ പറയും. അവരെ ബാക്കിൽ പോകാൻ നിൽക്കണ്ട, നീ ഒന്നും റിപ്ലൈ പറയാൻ നിൽക്കണ്ട, ഒഴിവാക്കുന്ന. അങ്ങനെ എനിക്ക് തോന്നുന്നു പല കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇനിയൊരു അല്ലെ മകൻ കൂടെ ഉണ്ടായനെ. ഇപ്പോ കൂടെ ഇല്ലാത്തതൊന്നുമല്ല, ഞാൻ അന്ന് ഇങ്ങനത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വീട്ടുകാർ ഒരു തീരുമാനം എടുത്ത് ഒഴിവാക്കിപ്പിച്ചാണ്. കാരണം പെങ്ങളും പറഞ്ഞു, അന്ന് പെങ്ങളാണ് ഉണ്ടായത്, എൻ്റെ കൂടെ തന്നെ ഉണ്ടായത്, നമ്മള് ഫാമിലി ആയിട്ടാണ് പോയത്. ആ സമയത്താണ് ഈ ലൈവായിട്ടുള്ള സംഭവങ്ങളെല്ലാം കാണുന്നതും അറിയുന്നതും ഒക്കെ. അപ്പൊ പെങ്ങൾ തന്നെ പറഞ്ഞു മതി ഒഴിവാക്കുക, നീ കയറി പോവാന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പെട്ടെന്ന് അവര് ഫാമിലി എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ കാല് പിടിച്ച് ഇതാക്കല്ല പോലെ പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ പറഞ്ഞ ആടെ ഒരു മഹലിലുള്ള ഒരു ഉസ്താദുണ്ട്, ആ ഉസ്താദ് ഞാൻ എന്താ പറയാ, ആ ഉസ്താദ് സമയത്ത് ഞാൻ മറ്റേ ഖബർസ്ഥാനില്ലേ പള്ളിയില് ആടെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഒറ്റക്ക് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് നീ ഇരിക്കുന്ന പറഞ്ഞ് ഞാൻ പെട്ടെന്ന് കുറച്ചൊന്നുമില്ല, പിന്നെ എന്നെ ഒരു പള്ളിയിൽ കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഭയങ്കര പറ്റുന്നില്ല, ആരും ഓപ്പണായിട്ട് പറയാൻ ആരുമില്ല, ഇങ്ങനെ പറ്റണില്ല, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുമ്പോൾ സാറിന് ആരായാലും ഒരു മാപ്പ് കൊടുക്കുക, എല്ലാം അങ്ങനെ തന്നെ, അത് നീ കാര്യമാക്കണ്ട, മൈൻഡാക്കണ്ട, ഒരു 3 പ്രാവശ്യം മാപ്പ് കൊടുക്കുക വൈഫിന് എന്നുള്ളൊരു ഇതാണ് ഇസ്ലാമിൽ പറയുന്നത്. നീ ഇതാക്കണ്ടിട്ട് എന്നെ സമാധാനിപ്പിച്ച് പിന്നെ കുറെ കഴിഞ്ഞിട്ട് എന്നോട് നീ ഇല്ലാണ്ട് പറ്റിയില്ല, പറ്റിപ്പോയി എന്നെല്ലാം പറയുമ്പോൾ പിന്നെ നമ്മള് എന്നെ വേണ്ടെങ്കിലും ഓക്കെ ഞാൻ മാറിക്കൊടുത്തേ. അന്നും ഞാൻ മാറിക്കൊടുത്തിനെങ്കിൽ ഇപ്പൊ പെരക്കാർ പറയുന്നത് ഞാൻ മാറി അന്ന് നീ ഒഴിവാക്കിയെങ്കിൽ ഇപ്പൊ ഇത്തിരി പ്രശ്നം ഉണ്ടായിട്ടില്ല.
ഇപ്പൊ അതുപോലെ തന്നെ ഈ ബോഡി കാണാവുന്ന സമയത്ത് മെഹന് ഭയങ്കര മേക്കപ്പ് ഇട്ട് ഒക്കെയാണ് വന്നെന്നുള്ള ഉള്ള സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ആസ് എ ഹസ്ബൻഡ് എന്നുള്ള നിലയ്ക്ക് എന്തായിരുന്നു തോന്നിയിരുന്നത്? ഇങ്ങനെയൊക്കെ ഒരാളെ ഒരു വൈഫാണ് മരിച്ചു കിടക്കാന്ന്, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും തോന്നിയിട്ടുള്ളത്? ഓരോ ഫാമിലി തന്നെ ഇങ്ങനെ പറയുമ്പോ അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, അവരെ ഫാമിലി തന്നെ പറയുമ്പോ നല്ല വിഷമമുണ്ട്. അല്ല കേട്ടിട്ടാകുമ്പോ ഒന്ന് തരിച്ചിങ്ങനെ നിക്ക, വേറെന്താ, ഒന്ന് ഷോക്കായി. പെട്ടെന്ന് ഇങ്ങനെ കേൾക്കുമ്പോ നല്ല ഷോക്കായി. പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടത്, വിശ്വസിക്കാൻ പറ്റിയിട്ടത് ഇങ്ങനെ അവർ പറയുന്നുള്ളൂ. ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആകെ കൂടെ നിന്നത് സഫ മാത്രമാണ്. മീൻസ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ആ സമയത്തല്ല, ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണെങ്കിലും ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഇത്രയും ഇതിന്റെ പുറകെ ബാക്കിൽ ത്രെട്ടനിങ് നടന്നുകൊണ്ടിരിക്കണം, ഇപ്പോഴും സഫ കൂടെ നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ എല്ലാരെയും മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു സഫ എന്ന് പറഞ്ഞൊരു വൈഫ്. അപ്പൊ അതിനെ പറ്റി എന്താണ് ശരിക്കും പറയാനുള്ളത്? അതിനെ പറ്റിയിട്ട് എന്താ പറയാ, നമ്മള് ഇപ്പോൾ എൻ്റെ കൂടെ വന്ന് എന്നെ മനസ്സിലാക്കി കൂടെ വന്നതിൽ എനിക്ക് നല്ല ഒരു ചേഞ്ച് വന്നു, നല്ലൊരു ഹാപ്പിനെസ് ആണ്. അല്ല, ഇവരുടെ മുന്നത്തെ ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് ഇവര് സംസാരിക്കുന്നതും അവള് സംസാരിക്കുന്നതും ഉണ്ട്. നല്ല തെളിവായിട്ട് അവള് പറയണുണ്ട്. മെയിൻ സംഭവം എന്താ, ഇവരുടെ മാരേജ് 18 വയസ്സായിട്ട് മേനന്റെ ഉപ്പ സമ്മതിച്ചതെന്ന് ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് അവളുടെ വീട്ടുകാർ മാറ്റിയിട്ട് ഒരു പറഞ്ഞല്ലോ, ഇപ്പൊ മറ്റേ ഇത് കേസ് കൊടുത്തില്ലേ, അതൊക്കെ അവര് മാറ്റി പറഞ്ഞില്ലേ. പക്ഷെ അവളുടെ വായം തന്നെ വീണിട്ടുണ്ട് 18 വയസ്സായതിനു ശേഷമാണ് ഉപ്പ സമ്മതിച്ചതെന്നൊക്കെ. അതായത് മേനന്റെ ഉപ്പ, കാരണം നമ്മളെ എൻഗേജ് അല്ല ഇതില്ലേ മോതിരുള്ളിൽ അടങ്ങില്ലേ, ഫസ്റ്റ് ഇങ്ങനെ 17 വയസ്സിൽ നമുക്ക് നിക്കാഹ് കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നിക്കാഹ് ആക്കിയാൽ പോരെ, എൻഗേജ്മെന്റ് ആവശ്യമില്ലല്ലോ. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റത്തെ പോസ്റ്റ് നോക്കിയാൽ മതി, ഇപ്പോഴും ഉണ്ട്. ഫസ്റ്റത്തെ പോസ്റ്റിൽ ഞാൻ ആ ഇയറും കറക്റ്റ് ഉണ്ട്. ആ മോതിര ചടങ്ങിന്റെ വീഡിയോസും അവരെ വീട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ 100 ആൾക്കാരാണെന്തോ അങ്ങനെ എന്തോ ഒത്തിരി ആൾക്കാർ എൻ്റെ വീട്ടിൽ വന്ന് നല്ല രീതിയിൽ മോതിര ചടങ്ങൊക്കെ നടത്തി കഴിഞ്ഞിട്ട് പോയി 1 ഇയർ വെയിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ നിക്കായിക്കുന്നത്. ഞാൻ മെയിൻ പറഞ്ഞത് അവള് സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, അവള് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ യൂട്യൂബിൽ വന്നതാണെങ്കിൽ പോലും മേനു ആണ് ഫസ്റ്റ് ഈ ഒരു ഫീൽഡിൽ ഉണ്ടായത്. ആ ഒരു വഴിയാണ് അവളെല്ലാരും അറിഞ്ഞത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ആ ഒരു സംഭവം പോലും അവളുടെ വീട്ടുകാർ മാറ്റിയിട്ട് അവക്ക് അത് ഇഷ്ടമുള്ളതുകൊണ്ട് അവളാണ് തുടങ്ങിയത്, അവള് കാരണമാണ് മേനു ഫേമസ് ആയത്, അവള് കാരണമാണ് മേനു ആ ഫീൽഡിലേക്ക് വന്നതെന്നുള്ള രീതിയിൽ. പക്ഷെ അവളുടെ വാക്കുകൊണ്ട് തന്നെ പറയണുണ്ട്, മേനു ആണ് മുന്നേ ഈ ഫീൽഡിൽ ഉണ്ടായത്, അങ്ങനെ ഞങ്ങൾ വ്ളോഗ് ചെയ്ത് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നെന്ന് അവൾ തന്നെ പറയണുണ്ട്. പക്ഷെ അവളുടെ ഫാമിലി അവൾ മരിച്ചതിന് ശേഷം അത് മാറ്റി മാറ്റി പറയുന്നുണ്ട്. പക്ഷെ അവളുടെ നാവുകൊണ്ട് തന്നെ പറഞ്ഞത് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. റിഫയ്ക്ക് ഇങ്ങനെ മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ന്യൂസ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മെഹനുവിനെ അറിയുന്നതിന് മുന്നേ ന്യൂസ് കണ്ടൊരു വ്യക്തിയാണ് സഫ എന്ന് പറയുന്നത്. ഒരുപാട് വീഡിയോസിൽ പറയുന്നുണ്ട് മറ്റൊരു ബന്ധം ഉണ്ടാവുന്നതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം റിഫയുടെ കൂടെ നിന്നിരുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് മെഹനുവാണ്. എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എപ്പോഴെങ്കിലും മെഹനു ചോദ്യം ചെയ്തിട്ടുണ്ടോ? എങ്ങനെ മറ്റൊരു ഞാൻ പറയില്ല, ഒന്നാമത് എനിക്ക് പഴയ കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കര ഇതാണ്, എനിക്ക് പറയാനോ അല്ലെങ്കിൽ ചോദിക്കേണ്ട സത്യം പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് എത്തിക്കാനേ ഇപ്പം താല്പര്യം. അത് ഞാൻ പറഞ്ഞില്ല, അന്ന് നമ്മൾ സംസാരിച്ച് ഇവര് നമ്മളെ മുന്നിൽ നിന്നാണല്ലോ ഇത് കഥയെല്ലാം അറിയുന്നത്. എന്റെ പെങ്ങളും ബ്രദർ ആ ചോദിക്കുന്ന വീഡിയോസും അവർ സംസാരിക്കുന്ന വീഡിയോസും ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇതേ മീഡിയയിൽ ഈ പറയുന്ന അവളോട് ചോദിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അളിയനും പെങ്ങളെല്ലാം എത്തിയിട്ട് അവളോട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ ഉദാഹരണം ഞാനിവള് തല്ലുപിടിച്ച്, അതായത് നമ്മള് ഭയങ്കര വഴക്കായി. ആ സമയത്ത് ഇപ്പോൾ എന്നോട് കലിപ്പിലുണ്ട്. അപ്പം അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ എന്നെ പലതും വിളിച്ചു പറയും, ഇല്ലാത്തതുമാണെങ്കിൽ ഉണ്ടല്ലോ ഉണ്ടാക്കി പറയും ദേഷ്യം വരുമ്പോൾ, അല്ലെ? ആ സമയത്ത് ദേഷ്യം വരുമ്പോൾ പലതും ഉണ്ടാക്കിയിട്ടൊക്കെ പറയും. ആ സമയത്ത് ആ ദേഷ്യത്തിൽ എന്നെ എന്തെല്ലോ പറഞ്ഞിട്ടുണ്ടല്ലോ, അതെല്ലാം വേറെ ആള് കാണാണ്ട് റെക്കോർഡാക്കിയിട്ടെല്ലാം പിന്നെ ഇട്ടിന് സംഭവം. ആ ദേഷ്യത്തിൽ പറഞ്ഞ സംഭവം ഇല്ലാത്ത കാര്യങ്ങൾ വരെ അതിൽ ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. എന്തല്ലോ എന്താ പറയാ, അതിനെ ന്യായീകരിക്കുന്നു. അങ്ങനെയല്ല, ഇത് ചെക്കനെ ഒരുമാതിരി ഈ കാര്യം പറയുമ്പോൾ നിനക്ക് എന്ത് കുറവാന്ന് മേനു എത്തിന്, നീ എന്താ അങ്ങനെ ചെയ്തെന്ന് പറയുമ്പോൾ ഒരു ആൻസർ ഇല്ല. അതിന്റെ വീഡിയോസ് ഒക്കെ ഇട്ടിനല്ലേ, ഇതേ മീഡിയ ചാനലിൽ ഇട്ടിന്. പിന്നെ അതിന്റെ ബാക്കിൽ എനിക്കിപ്പോ പോവാനോ അല്ലെങ്കിൽ അത് കുത്തി പൊക്കാനോ താല്പര്യമില്ല.
റിഫയുടെ വീട്ടിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ? എങ്ങനെ ഇങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് അവർക്ക് എല്ലാം അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അവർ ഇത്രയും അതാണ് ആ ചെക്കൻ്റെ ഭാഗത്ത് ഇപ്പോഴും സപ്പോർട്ട് നിൽക്കണേ. ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്? ഇപ്പോഴും സപ്പോർട്ട് ആ ചെക്കനാണ്. ഫസ്റ്റ് എതിരെ കഴിഞ്ഞു ഓന്റെ പേരിൽ കേസ് കൊടുക്കാൻ വരെ ഓളിപ്പോ പോയി. പക്ഷെ ഇപ്പൊ എന്താന്ന് അറിയില്ല, ഓളെ ബ്രദറൊക്കെ ഓനെ ഭയങ്കര സപ്പോർട്ടീവ് സംസാരിക്കുമ്പോൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. പിന്നെ ഇവര് രണ്ടാളും പേഴ്സണലായിട്ട് ഇങ്ങനെ ഒരു റിലേഷൻ എടുക്കാൻ വേണ്ടിട്ട് എന്തെല്ലോ സംസാരിച്ചെല്ലാം പറയുന്നുണ്ട്. ഓൻ പറയുന്നത് ഞാൻ ഒന്നിനും പോരാ, അങ്ങനെ ഇങ്ങനെ, സ്വന്തം പെണ്ണങ്ങനെ ഇത് എന്തെല്ലോ എന്നെ തെറിയെല്ലാം വിളിച്ചു കൊറേ എന്തെല്ലോ പറഞ്ഞു തന്നെ. അപ്പോ അവളെന്തെല്ലോ പറഞ്ഞെന്നല്ലാന്ന് ഓൻ പറയുന്നു. അല്ല, ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഒരു അല്ലെ ഭർത്താവ് എന്നുള്ള മാനസികാവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര മോശമാണ്. ഇതൊക്കെ എങ്ങനെ റിക്കവർ ആയത്? റിക്കവർ ആയിട്ടില്ല. ഞാൻ ആ ചെക്ക നാട്ടിലുണ്ടായോ ഓനെ എനിക്ക് ഞാൻ ഓൾറെഡി ഇതെല്ലാം കേട്ട് ഷോക്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഓളിങ്ങനെ മാപ്പ് പറഞ്ഞ് ഇങ്ങനെ ഇതായിക്കൊണ്ടായി. പിന്നെ ഞാനിങ്ങനെ ഒറ്റക്ക് നീറിപ്പോയി. ഞാനത് പിന്നെ ഓളെ ഫാമിലിയോട് ഞാൻ പറഞ്ഞ ആ ഒരു ദിവസം പ്രശ്നം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ഒറ്റ സ്റ്റക്കിൽ ഒരു ഇരുത്താന്ന് പറയില്ല. കസാൽമ ഇങ്ങനെ ഒറ്റ ഇരുത്തം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ച് പ്രാന്ത് പിടിച്ച് നിൽക്കലാണ്. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞാൽ കുറച്ച് എങ്ങനെങ്കിലും ദുബൈക്ക് പോകാന്ന് പറഞ്ഞാൽ അങ്ങനെ ദുബൈ പോയതാണ്, എത്തിയതാണ്. പിന്നെ ഓനാടത്തേക്ക് മണം പിടിച്ച് വരുമെന്ന് അറിയില്ലല്ലോ. അതൊക്കെ ഒരു ഇതാണ്. അവിടെ എത്തുന്നോ ആരോ എന്നോട് ഇങ്ങനെ റോട്ടുമലയെ പോകുമ്പോ രണ്ടാള് പറഞ്ഞു ഇന്നപോലെ നീ എന്ത് വാച്ചാനോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കി. ഞാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയ അപ്പോഴത്തേക്ക് എന്തോ ചിക്കൻ എല്ലാവരോടും പറഞ്ഞിരുന്നു ഞാന് ഓളെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കിയാണ് ഓനെ. പേര് തന്നെ ഒരു മാച്ചിങ് ഉണ്ട്, റിഫ സഫ എന്നുള്ളൊരു കാര്യം. അപ്പൊ എല്ലാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അത് എഫക്ട് ചെയ്ത് നിങ്ങളുടെ പുതിയൊരു ലൈഫിലേക്കാണ്. സഫയ്ക്ക് എന്താണ് ശരിക്കും പറയാനുള്ളത്? അവളെ വോയിസ് വരെ സെയിം എന്ന് പറയുന്നുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ സെയിം ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ വോയിസ് തോന്നുന്നു സെയിം എന്ന് പറയണല്ലോ എനിക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഡ്രസ്സൊക്കെ ഇടുമ്പോള് അവളുടെ അങ്ങനെയൊക്കെ ഒരു വർത്താനം കേൾക്കുമ്പോഴാണ് കൂടുതൽ ദേഷ്യം വന്നത്. മരിച്ച പെണ്ണിന്റെ ഡ്രസ്സ് ഇടാന് അങ്ങനെ ഇങ്ങനെ. ഞാനൊരു ഓർമ്മക്കാണ് ഡ്രസ്സൊന്നും അടി കളയാണ്ട് വെച്ചത്. അപ്പോ അത് എല്ലാരും മറ്റേ മിസ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കും, വിഷമാവല്ലേ? അല്ല, ആ ഡ്രസ് സഫ ഇടാറുണ്ടോ? അങ്ങനെ ഒറ്റ ഡ്രസ്സ് അതെവിടെയെന്ന് എനിക്ക് അറിയുന്നില്ല. ഓൾ ഇതുവരെ കണ്ടിട്ട് ഓളെ ഒരു ഇതും ഞാൻ ചോദിച്ചപ്പോ മേനു പറഞ്ഞു ഇവിടെ ഉണ്ട് ഡ്രസ്സ്, പക്ഷെ അത് കളയാണ്ട് വെച്ചത് അവരെപ്പോഴെങ്കിലും ചോദിച്ചാലോന്നോ. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ആക്കിയെങ്കിൽ ഞാൻ ആയിരിക്കും കൊടുത്ത്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അത് കഴിഞ്ഞത് കളയേ അല്ലെങ്കിൽ ഇപ്പൊ ഓർഫനേജിൽ എവിടെയെങ്കിലും കൊടുക്കേ എന്തെങ്കിലും ചെയ്താല് അത്രയും കുഴപ്പമില്ലല്ലോ. ഇത് വെച്ചോണ്ടിരുന്നാലും എനിക്കും അതൊരു ഇറിറ്റേഷൻ. ശരിക്കും മെഹനു എന്നൊരു ഹസ്ബൻഡ് ക്രൂരനാണോ ഈ പറയുന്ന പോലെയൊക്കെ? അല്ല. എന്താണ് സഫയുടെ സെക്കൻഡ് മാരേജ് അല്ല, ഫസ്റ്റ് മാരേജ് ആണല്ലോ അല്ലേ? സഫയുടെ സെക്കൻഡ് മാരേജ് ആണ്. അപ്പം ഫസ്റ്റ് മാരേജിൽ എന്താ പറ്റിയിരുന്നത്? അത് താല്പര്യമില്ല പറയാൻ. ഇല്ല, ഒത്തിരി നാളായിരുന്നോ കല്യാണം കഴിഞ്ഞിട്ട്? അതൊരു 1 year ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ സെക്കൻഡ് മാരേജ് ആയതുകൊണ്ടാണോ പാരന്റ്സ് മെഹനുവിന്റെ കാര്യം ഒക്കെ ആയത്? ആയിരിക്കാം, അങ്ങനെ പറയുന്ന കാര്യം. അപ്പൊ അതില് കുട്ടികളുണ്ടോ? ഇല്ല. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കേസ് പറയുമ്പോഴത്തേക്കും സഫയ്ക്കും അത് എഫക്റ്റ് ചെയ്യാം അല്ലേ? സെക്കൻഡ് മാരേജ് ആണ്, അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ വരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ആ ഒരു മരണത്തിന് ശേഷം മുന്നും നിങ്ങൾ കമ്പനി ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പം ഈ ഒരു കാര്യം കൂടെ വരുമ്പോൾ നല്ല രീതിക്കുള്ള ഒരു എഫക്റ്റ് കിട്ടും. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ ഒരു ലൂസ് ടോക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സി ഒക്കെ കേൾക്കുമ്പോ അതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു ഫസ്റ്റ്. കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ അങ്ങ് പോണം. ആ സമയത്ത് ഞാൻ ഒരാളുടെ വൈഫാണ്, ഇവര് റിഫ മരിച്ച സമയത്ത് ഞാൻ ഒരാളുടെ വൈഫാണ്. ആ സമയത്ത് എനിക്ക് ബന്ധം ഉണ്ടാവേണ്ട ആ കാര്യമില്ലല്ലോ. എക്സ് ഹസ്ബൻഡുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ഇപ്പില്ല. ഒരു ലവർ ആയിട്ടുള്ളവർക്ക് നല്ല രീതിയിൽ ലവറായിട്ട് പിന്നെ അത് ഫ്രണ്ട്സ് ആണെന്നില്ലേ? ആ ഫ്രണ്ട്സ് ആണെന്ന് അവരുടെ മനസ്സിൽ പറച്ചിൽ മാത്രമേ ഉണ്ടാവും. പിന്നെ എന്തായാലും ഒരാണ് മനസ്സിലാവും എന്തായാലും അല്ലെ? ഒരാണ് മനസ്സിലാവും. ഒരു പെണ്ണിന്റെ വിഷമം ഒരാണ്ട് ഉള്ളു തുറന്നേക്കാൻ പറ്റിയില്ല. എല്ലാ ആണും വിഷമം ഒരേപോലെ ആണെന്നുമില്ല,
അതേപോലെ പെണ്ണ് ട്രസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് കാണുന്നില്ല. ഇല്ല. പക്ഷെ വേറെ എന്തെങ്കിലും ആയിരിക്കും ഉദ്ദേശം. അപ്പം ഈ സെക്കൻഡ് മാരേജ് ആണെന്നുള്ള കാര്യം നിങ്ങളുടെ ഫാമിലി മാത്രമല്ല, ഈ ബാക്കിയുള്ള നിങ്ങളുടെ വ്ളോഗേഴ്സ്, നിങ്ങൾ വ്ളോഗ് ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ പ്രേക്ഷകർക്കൊക്കെ അറിയോ സെക്കൻഡ്? ഫസ്റ്റ് അറിയില്ലായിരുന്നു. ഫസ്റ്റ് ഇങ്ങനെ പ്രായം തോന്നിക്കാത്തോണ്ട് മാനു തന്നെയാണോ ഫസ്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായി. പിന്നെ സെക്കൻഡ് ആണോ, കുട്ടികളുണ്ടോ, അങ്ങനെ കുറെ ചോദ്യം ചോദിച്ചതിന് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായി. ഫ്രണ്ട് ആരോ ഏതോ ഒരു ഫ്രണ്ടാണ് ഇത് ലീക്കാക്കി ആക്കിയത്. അത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നതാണ്. നമ്മുടെ ചാനലിൽ നമ്മ കൊടുത്തായിരുന്നു. അത് ഞാൻ അതന്നെ ഡീറ്റെയിൽസ് പറഞ്ഞോണ്ട് കൊടുത്തിട്ടുണ്ടായി സെക്കൻഡ് മാരേജ് ആണെന്ന്. കുറെ കമന്റ് വന്നപ്പോ നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ വീഡിയോ വ്ളോഗ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ തന്നെ. പക്ഷെ അതിന് പെട്ടെന്തോ ഫ്രണ്ട് എന്തോ സെക്കൻഡ് മാരേജ് ആണെന്നിട്ടുള്ള കമന്റ് ചെറുപറായിട്ടോ എന്തോ പറഞ്ഞെന്തോ ഉണ്ടായിന്. അറിയണവര് പറയല്ലോ കമന്റ്. ഫ്രണ്ട് എന്ന് പറയാ അങ്ങനത്തെ ഫ്രണ്ട് അല്ല, ഓളെ കൂടെ എന്തോ പഠിച്ചവർക്കൊക്കെ അറിയാലോ, കല്യാണം വന്നവരൊക്കെ. അപ്പൊ അങ്ങനത്തെ ആരോ ഒന്ന് എന്തോ വീഡിയോ എടുത്ത് പറഞ്ഞ എന്തോ ചെയ്തു. ഇപ്പൊ പറയുന്നവര് അങ്ങനെ തന്നെ പറയട്ടെ. കാരണം ഒരിക്കലും നമ്മൾ ആരുടെയും വാ അടയ്ക്കാൻ നമുക്ക് പറ്റില്ല. പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഇപ്പൊ അറിയാത്ത, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോൺ കംപ്ലൈന്റ് ആയപ്പോ അതിനെ വേറെ രീതിയിൽ ചിത്രീകരിച്ചതാണ് നിങ്ങൾ, നിങ്ങളുടെ കുറച്ച് ഫാൻസുകാര്, അങ്ങനെ തന്നെ പറയാം. അപ്പോൾ പറയുന്നവര് പറയട്ടെ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.